അടക്കമുള്ള സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായി. നാളെ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ജില്ലാ UDF നേതൃത്വം പ്രഖ്യാപിക്കും. പ്രാദേശിക തലത്തിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇതിനകം തന്നെ ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ പരിശോധിച്ചാൽ അറിയാം, ഒരു സംഘർഷമോ കാര്യമായ നിലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലാതെ കൊല്ലം കോർപ്പറേഷൻ അടക്കമുള്ള പഞ്ചായത്തി രാജ് നഗരപാലികാ സ്ഥാപനങ്ങളിൽ തിരികെ വരണം, വീണ്ടെടുക്കണമെന്ന അതിശക്തമായ പൊതുവികാരമാണ് ഓരോ UDF പ്രവർത്തകൻ്റെയും മനസ്സിലുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തൊരു ഐക്യം വലിയ തോതിൽ കൊല്ലം ജില്ലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയവും വേണ്ട, 2020 ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ മുന്നേറ്റത്തിൻ്റെ വലിയ തോതിലുള്ള വർധനവ് എത്രയെന്നൊന്നും ഞാനിപ്പോൾ പ്രവചിക്കാൻ ആളല്ല. അത് ഒരു വലിയ മുന്നേറ്റം കൊല്ലം ജില്ലയിൽ ഈ പ്രാവശ്യം UDF ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമാക്കും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളെ നയിക്കുന്നത്. CPMന്റെ മിഷണറി മൊത്തം ചലിപ്പിക്കുന്നുണ്ട്. കാരണം 10 വർഷം അധികാരത്തിൽ നിന്നാണ്, ഒരു റിഹേഴ്സലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള. അതുകൊണ്ട് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ കരുത്ത് കാട്ടുമെന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും എല്ലാം വ്യക്തമാക്കും. CPMന്റെ സംഘടനാ സംവിധാനം എന്തെല്ലാം വിചാരിച്ചാലും ജനവികാരം തിരിച്ചാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം അതിരൂക്ഷമായി കേരളത്തിന്റെ മണ്ണിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം വിദേശ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ വിദേശ പര്യടനത്തിന്റെ പിന്നിലേക്കുള്ള കഥകളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. വലിയ തോതിൽ ജനവികാരം ഈ ഗവൺമെന്റിനെതിരായി നിൽക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഴുവൻ അഴിമതിയും സ്വജനപക്ഷപാതവും സമ്പൂർണമായ പാർട്ടിവൽക്കരണവും കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുഴുവൻ പ്രവർത്തനം, അതിൻ്റെ അധികാര വികേന്ദ്രീകരണമെന്ന മൂല്യം തന്നെ നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ എന്തെല്ലാം സമ്പത്തൊഴുക്കിയാലും, ഇപ്പം ഞങ്ങൾക്കറിയാം BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, CPM സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, ഈ രണ്ട് പാർട്ടികളുടെയും സമ്പത്തിൻ്റെ കുത്തൊഴുക്കാണ്. ആ സമ്പത്തിൻ്റെ കുത്തൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് ജനകീയ മുന്നേറ്റമുണ്ടാകും. ജനവികാരം അതിന് രണ്ടിനുമെതിരായി ഉയർന്നു വരും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ RSP അടക്കം ലീഗ് അടക്കം ഐക്യജനാധിപത്യ മുന്നണി അതിശക്തമായ മുന്നേറ്റം ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നടത്തും. UDF മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം വിജ്ഞാപനം പുറപ്പെടുവിക്കും. സ്വാഭാവികമായും റിഹേഴ്സലാണ്, ജനങ്ങളുടെ മനസ്സാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പാർട്ടിവൽക്കരിക്കുകയും പാർട്ടിക്കാർക്കും പാർട്ടി ബന്ധുക്കൾക്കും മാത്രം ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകുകയും മറ്റുള്ളവർക്ക് ആ അവകാശം നിഷേധിക്കുകയും ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മൗലികമായ കാഴ്ചപ്പാടിനെ തന്നെ തകർത്തെറിഞ്ഞ CPMന്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെതിരായിട്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന മുന്നേറ്റം. വികസനോന്മുഖ രാഷ്ട്രീയമാണ് പഞ്ചായത്തി രാജ് നിയമം മുന്നോട്ട് വെക്കുന്നത്. ക്ഷേമ രാഷ്ട്രീയമാണ് പഞ്ചായത്തി രാജ് നിയമം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള MP ആണെങ്കിൽ MLA ആണെങ്കിൽ അവരെപ്പോലും തൊടിയിപ്പിക്കില്ല, അവരെപ്പോലും ഒന്നിലും പങ്കാളിയാക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാ പാർട്ടിക്കാർക്കും പാർട്ടി കുടുംബങ്ങൾക്കും പാർട്ടി അനുഭാവികൾക്കും മാത്രമായി പരിമിതപ്പെടുത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അധികാര വികേന്ദ്രീകരണ സ്ഥാപനങ്ങൾ, ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ജനകീയ വികസനം, ഈ മൗലികമായ കാഴ്ചപ്പാടുകളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന നയത്തിനും കാഴ്ചപ്പാടിനുമെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം. അതോടൊപ്പം തന്നെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ ഒരു താക്കീത്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു മുന്നറിയിപ്പ്, ഇത് രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതായി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള താക്കീതായി ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം മാറും എന്നുള്ളതാണ് NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കുന്നത്. ജനവികാരം സർക്കാരിനെതിരായിരിക്കും. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് RN രാജ് 24.